ഹലോ ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു എഗ് പക്കോടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ മുന്നേ ഓണിയൻ പക്കോടയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാവരും കണ്ടു ട്രൈ ചെയ്തൊന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഗ് പക്കോട ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഞാനൊരു ബൗളിലോട്ട് 2 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓണിയൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. അത് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്തെടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം. നല്ലോണം ലൂസാവരുത്. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് നമുക്കൊരു ഷേപ്പ് കിട്ടില്ല, പരന്ന് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഞാൻ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എഗ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.